നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ആവേശത്തോടെ തുടങ്ങിയ നൃത്ത പരിപാടി പെട്ടെന്ന് മാറി. ഉമാ തോമസ് എംഎൽഎക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്ത പരിപാടി നടത്തിയതിന് സംഘാടകർക്കെതിരെയാണ് കേസെടുത്തത്. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചു. 12 അടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചത്. 55 അടി നീളമുള്ള സ്റ്റേജിൽ 8 അടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലമൊരുക്കിയത്. ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത്. പിന്നാലെ കേസെടുക്കാൻ ADGP മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. റിനെ മെഡിസിറ്റി ആശുപത്രിയിലുള്ള MLAക്ക് വെന്റിലേറ്ററിന്റെ സഹായമുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചത്. 3 വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഇതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചത്. നട്ടലിനും പരുക്കുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ഉമാ തോമസിനെ ചികിത്സിക്കുന്നത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30 ഇറക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ 15 അടി ഉയരത്തിലുള്ള ഗാലറിയിലെ വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടം. വീഴ്ചയിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേറ്റു. തലച്ചോറിന് നട്ടലിനും പരിക്കുണ്ട്. വാരിയിൽ ഒടിഞ്ഞു തെറിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിലും മുറിവുണ്ട്. മുഖത്തെ അസ്ഥികളും പൊട്ടി. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നെങ്കിലും വൈകാതെ നിയന്ത്രിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം രാത്രി കൊച്ചിയിലെത്തി. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. മന്ത്രിയടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് ഗുരുതര സുരക്ഷ വീഴ്ചയുണ്ടായത്. VIP ഗാലറിയിലെ 13 വരി കസേരകൾക്ക് മുകളിൽ 2 തട്ടുകളിലായി കെട്ടി ഉയർത്തിയ താൽക്കാലിക വേദിയിലാണ് പരിപാടി നടന്നത്. ഗാലറിയുടെ ഇരുമ്പ് കൈവരിക്കും മുകളിലായാണ് വേദി നിർമ്മിച്ചിരുന്നത്. വേദിയുടെ മുന്നിൽ കൈവരിക്ക് പകരം ക്യൂ മാനേജർ, അതായത് എയർപോർട്ടുകളിൽ മറ്റ് തിരക്ക് നിയന്ത്രിക്കാൻ കുറ്റികളിൽ നാട വലിച്ചു കെട്ടുന്ന സംവിധാനം അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മന്ത്രി അടക്കമുള്ള വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്ത ശേഷം ഉമാ തോമസ് മുന്നോട്ട് നടക്കുന്നതിനിടെ ക്യൂ മാനേജറിന്റെ കുറ്റിയിൽ പിടിക്കുകയായിരുന്നു. നിലതെറ്റി 3 കുറ്റികൾ നാടയുൾപ്പെടെ താഴേക്ക് പതിച്ചു. താഴെ ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശന ദൂരത്തിൽ പാകിയിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ബോധം മറഞ്ഞു. MLA ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.